ഫ്രണ്ട്സ്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ കാണണേ. ഇന്നത്തെ വീഡിയോ വേറെ ഒന്നല്ല കേട്ടോ, ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങോട്ടാന്നുള്ളതൊക്കെ നമ്മുടെ വീഡിയോന്റെ വഴിയെ നമുക്ക് കാണാം കേട്ടോ. അപ്പൊ ഞങ്ങൾ അച്ഛന്റെ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ഞങ്ങൾ കുറച്ച് പേരുണ്ട് കേട്ടോ. December 20 ഫ്രൈഡേ ഉച്ചയ്ക്കുള്ള ട്രെയിനാണ് കേട്ടോ ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുന്നത്. വേറെ രാത്രി ഒരു 9:45 ആകുമ്പോഴാണ് അവിടെ എത്തുന്നത് കേട്ടോ. അപ്പൊ ജനശതാബ്ദി എക്സ്പ്രസ്സിലാണ് പോകുന്നത്. അപ്പൊ എങ്ങോട്ടാന്ന് ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. നമ്മുടെ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തേക്കാണ്. അപ്പൊ ആ ജനശതാബ്ദി എക്സ്പ്രസ്സിലെ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് കേട്ടോ. കിത്തുട്ടൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പക്ഷെ കുറേ സമയം ഇരിക്കേണ്ടത് അവന് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ട്രെയിനിൽ സമയം പോക്കാൻ ഞങ്ങൾ കുറച്ചധികം പാടുപെട്ടു എന്ന് തന്നെ പറയാട്ടോ. നമ്മൾ ഇങ്ങനത്തെ ചെയർ സിറ്റിംഗ് ആയതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ സിനിമ കണ്ടു, കുറേ ലുഡോ കളിച്ചു, അങ്ങനെ എനിക്കോ സമയം പോക്കി. കിത്തുട്ടനാണെങ്കിൽ ഇങ്ങനെ ഇരുന്നിരുന്ന് മതിയായിട്ട് ട്രെയിനിൽ ഇറങ്ങാന്ന് വരെ പറയാൻ തുടങ്ങി. എങ്ങനെയൊക്കെയോ അവനെയും അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളങ്ങനെ ട്രിവാൻഡ്രത്ത് എത്തിയത്. അങ്ങനെ ഞങ്ങളിത് ഒരു 9:30 കൂടി തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് ഞങ്ങളിതാ പ്ലാറ്റ്ഫോമിലൂടെ അങ്ങോട്ട് നടക്കുകയാണ്. ഞാനിതാ ഫസ്റ്റ് ടൈമാണ് തിരുവനന്തപുരം വരുന്നത്. ഏട്ടനൊക്കെ വന്ന് പറഞ്ഞ് കേട്ട ഒരു അനുഭവം മാത്രമേ ഉള്ളൂ. അപ്പം ഭയങ്കര ആഗ്രഹമായിരുന്നു തിരുവനന്തപുരത്ത് വരണം, അവിടെ ഒരുപാട് പത്മനാഭസ്വാമി ക്ഷേത്രം, അങ്ങനെ അവിടെ പോകണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ഫസ്റ്റ് കണ്ടത് ഈ ഐ ലവ് ട്രിവാൻഡ്രം ആണ് കേട്ടോ. അപ്പോൾ പിന്നെ അതും ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്ന് ഞങ്ങളിതാ ആദ്യം തന്നെ ചെയ്തത് ഫുഡ് കഴിക്കാന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ നേരെ ഇതാ വിട്ടുട്ടോ. അവിടെ അടുത്തുള്ളൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. ഫുഡ് അടിപൊളിയായിരുന്നു, ഒരു കുഴപ്പമില്ല. ഞാൻ ഫുഡിൻ്റെ കാര്യത്തിലാണ് ഒന്ന് പേടിച്ചത്, പക്ഷേ നല്ല ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ ഈ ആര്യാസ് വെജ് ഹോട്ടലിലാണ് കയറിയത് കേട്ടോ. ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ റൂമിലേക്കാണ്. ഇവിടെയാണ് ഞങ്ങൾ റൂം എടുത്തത് കേട്ടോ. കുറച്ച് നടക്കണം, ഞങ്ങൾ അവിടുന്ന് നടന്നതാണ് എല്ലാവരും കൂടി. ഒന്ന് ചുറ്റും കാണാനും ചെയ്യാമല്ലോ. അപ്പോൾ ഞങ്ങൾ ഓട്ടോ ഒന്ന് വിളിക്കേണ്ട വിചാരിച്ചു, നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ട്രിവാൻഡ്രം സിറ്റിയിലൂടെ നടന്നതാണ്. നമ്മൾ ഐശ്വര്യ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് റൂം എടുത്തത്. അങ്ങനെ ഇവിടെ എത്തി ഫ്രഷായി എല്ലാവരും കിടന്നുറങ്ങി. അങ്ങനെ പിറ്റേന്ന് ഞങ്ങൾ കാലത്തെ തന്നെ എഴുന്നേച്ചു കേട്ടോ. കാലത്തെ തന്നെ എഴുന്നേറ്റ് റെഡിയായിട്ട് നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രം ലക്ഷ്യയ്ക്ക് നടക്കുകയാണ്. അവിടുന്ന് കുറച്ച് ദൂരമുള്ള അമ്പലത്തിലേക്ക്. അപ്പോൾ ഞങ്ങൾ നടന്ന് നമ്മുടെ അമ്പലക്കുളത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രം ഇങ്ങനെ കാണാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു സന്തോഷം കേട്ടോ. ഒരുപാട് കാലത്തെ ആഗ്രഹം ഇങ്ങനെ മുമ്പിൽ കാണുമ്പോൾ എന്താ പറയുക, ആ ഒരു അനുഭവം അതൊരു അനുഭവം തന്നെയാണ് കേട്ടോ. അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. എനിക്ക് എന്തോ ഒരു സന്തോഷമായിരുന്നു അന്ന് അവിടെ എത്തിയപ്പം, പറയാൻ വാക്കുകളില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ കിത്തുനിയും കൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ഞാനിവിടെ വരുന്നത്. അപ്പോൾ അതിലും അധികം മധുരം എന്ന് പറയാം. അങ്ങനെ ഞങ്ങളിതാ ക്ലോക്ക് റൂമിൽ ഫോണൊക്കെ വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ അമ്പലത്തിൽ കയറുകയാണ്. അമ്പലത്തിൻ്റെ ഉള്ളിൽ ക്യൂ ആണെങ്കിൽ പറയാൻ വേണ്ട കേട്ടോ, ഒരു കുറച്ചധികം ക്യൂ ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ക്യൂ നീങ്ങി കിട്ടും, അതുകൊണ്ട് ഒരുപാട് അധികം സമയം നിൽക്കേണ്ടി വന്നില്ല. അങ്ങനെ ഫുൾ ചുറ്റി തൊഴുത് ഞങ്ങളിതാ പുറത്തെത്തിയിരിക്കുകയാണ്. കുറേ ഫോട്ടോഷൂട്ട് എടുത്തിട്ടോ. എന്തായാലും വന്നതല്ലേ, അപ്പം കുറച്ചധികം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ മടങ്ങിയത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇനിയും പോവാത്തവരുണ്ടെങ്കിൽ പോവുകയാണെങ്കിൽ ഇതും കൂടി ശ്രദ്ധിക്കുക. അവിടെ ചുരിദാർ ഒന്നും ഇടാൻ പാടില്ല, നമ്മുടെ സാരിയോ അല്ലെങ്കിൽ പാവാടയൊക്കെ ഇടാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഞങ്ങൾ നേരെ പോയത് നമ്മുടെ ആറ്റുകാൽ അമ്മയുടെ അടുത്തേക്കാണ് കേട്ടോ. ഞങ്ങൾ അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് പോയത്. ഞങ്ങൾ എല്ലാവരും കൂടി 3-4 ഓട്ടോറിക്ഷ വിളിച്ചിട്ടോ. അപ്പോൾ എല്ലാവരും കൂടി അങ്ങനെ ആറ്റുകാൽ അമ്മേൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളിവിടെ എത്തിയ കറക്റ്റ് ടൈമാണ്. ഞങ്ങൾ തൊഴുത് ഇറങ്ങിയപ്പോൾ തന്നെ നട അടച്ചു. അതുകൊണ്ട് ഭാഗ്യത്തിന് കാണാനും. തൊഴുത് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ക്ഷേത്രക്കുളം കാണാൻ പോയിട്ട്, ക്ഷേത്രക്കുളത്തിലാണെങ്കിൽ കുറേ മീനും ആമയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആമേനെ കുറേ സൂം ചെയ്യാൻ നോക്കിയിട്ടും വീഡിയോയിലേക്ക് അങ്ങ് എത്തിയില്ല. അപ്പോഴാണ് തൊട്ടടുത്ത് സ്റ്റെപ്പിൻ്റെ അടുത്ത് ആമ അങ്ങനെ പോകുന്നത് കണ്ടത്. എന്നാൽ പിന്നെ അത് ഒഴിവാക്കണ്ടെന്ന് വിചാരിച്ചതാ അതും വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് പഴയങ്ങാടി ഗണപതി ക്ഷേത്രത്തിലാണ് കേട്ടോ. അവിടെ പോയി തൊഴുത് മുട്ടക്കറുത്തതിന് ശേഷം ഞങ്ങൾ നേരെ ഇറങ്ങി ഫുഡ് കഴിക്കാൻ, രാവിലത്തെ ചായ കഴിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് പോയത്. അവിടുത്തെ ഫുഡും പറയാതിരിക്കാൻ വയ്യ, അത്ര അടിപൊളിയായിരുന്നു. ഞങ്ങൾ നെയ്റോസ്റ്റും വടയാണ് വാങ്ങിയത്. കിത്തൂന് പൂരിയും വടയാണ് കേട്ടോ വാങ്ങിയത്. രണ്ടും അടിപൊളിയായിരുന്നു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ റൂമിലെത്തി എല്ലാവരും മാറ്റിയിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. തിരുവനന്തപുരം ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് ഉച്ച വരെ സമയമുള്ള, ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അതുവരെയുള്ള സമയം കൊണ്ട് ഞങ്ങളൊന്ന് തിരുവനന്തപുരം ചെറുതായിട്ടൊന്ന് കാണാമെന്ന് വിചാരിച്ചത് ഇറങ്ങിയാണ്. നേരെ പോകുന്നത് ബസ് സ്റ്റോപ്പിലേക്കാണ് കേട്ടോ. ഇവിടുന്ന് ബസ് കയറി ചെറിയൊരു യാത്ര, അത്രയേ ഉള്ളൂ. അപ്പോൾ എവിടേക്കാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഞാൻ പാർട്ട് 2 ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആരും മറക്കരുത്. അതിൻ്റെ ബാക്കി അങ്ങനെ നമുക്ക് വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയും മറക്കാതെ കാണുക. അപ്പോൾ ഞങ്ങളിതാ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ. വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. ബൈ.